ചെങ്കടലിലെ യുദ്ധകളത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇട്ട ഏറ്റവും പുതിയ ബോംബ് വാർത്തയാണ് ഇപ്പോൾ ചർച്ച. ചെങ്കടലിലും ഗൾഫ് മേഖലയിലും ഹൂതി വിമതരും ഇറാനും ചേർന്ന് കപ്പലുകൾക്കുണ്ടാക്കുന്ന ഭീമമായ നഷ്ടം ഇനി ആര് നികത്തും? ട്രംപ് അതിനൊരു വഴി കണ്ടെത്തി കഴിഞ്ഞു. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പ്രഖ്യാപനം ഇതാണ്: ഇനി മുതൽ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്ന ഇറാനിന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ സമ്പാദ്യത്തിൽ നിന്നായിരിക്കും ഓരോ കപ്പലിന്റെയും ചരക്കിന്റെയും നഷ്ടപരിഹാരം ഈടാക്കുന്നത്. അതെ, ഹൂതികൾ തൊടുക്കുന്ന ഓരോ മിസൈലിനും തകരുന്ന ഓരോ ഓയിൽ ടാങ്കറിനും ഇനി ബില്ലടയ്ക്കാൻ പോകുന്നത് ഇറാനാണ്. ട്രംപിന്റെ ഈ ഒരൊറ്റ നീക്കം അമേരിക്ക ഇറാൻ പോരാട്ടത്തെ എങ്ങോട്ടാണ് എത്തിക്കാൻ പോകുന്നത് കാണാം. ട്രംപ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നോക്കണം. ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: ഇതൊരു ഔദ്യോഗിക അറിയിപ്പായിട്ട് കരുതുക. ഇനി മുതൽ ഗൾഫിലും ചെങ്കടലിലും ആക്രമിക്കപ്പെടുന്ന കപ്പലുകൾക്കോ ചരക്കുകൾക്കോ ഉണ്ടാകുന്ന ഏതൊരു നഷ്ടവും അമേരിക്കയുടെ കൈവശമുള്ള ഇറാന്റെ പണത്തിൽ നിന്നും മാത്രം ഈടാക്കും. സാങ്ഷൻസിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ബാങ്കുകളിലും US കൺട്രോളിലുമുള്ള ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കളും ഫണ്ടുകളും മരവിപ്പിച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ഈ പണം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അങ്ങനെ തൊടാൻ കഴിയില്ല. എന്നാൽ ഇറാൻ നടത്തുന്ന ഈ പ്രോക്സി ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഈ പണം നേരിട്ട് പിടിച്ചെടുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പെട്ടെന്ന് ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി വരാൻ കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, വ്യാഴാഴ്ച രാത്രി ചെങ്കടലിൽ സൗദി അറേബ്യയുടെ 2 കൂറ്റൻ ഓയിൽ ടാങ്കറുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ മാരകമായ ഡ്രോൺ മിസൈൽ ആക്രമണമാണ്. എൻസീലിയ, ലൈല എന്നീ ടാങ്കറുകളെയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. അതിൽ ഒരു ടാങ്കറിന് തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതികൾ സൗദിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം. കഴിഞ്ഞൊരു വർഷമായിട്ട് ഹൂതികൾ മാന്യമായി പെരുമാറുകയായിരുന്നുവെന്നും എന്നാൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ അവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾ ചെയ്യുന്നത് ഇറാന്റെ പ്രേരണ കൊണ്ടാണ് എന്നും അതുകൊണ്ട് ഇറാന് തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് വലിയ സൈനിക തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സാമ്പത്തികമായി തളർത്തുന്നത് കൂടാതെ സൈനികമായും ഇറാന്റെ നട്ടലൊടിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഏതെങ്കിലും കപ്പലിന് നേരെ ഇറാൻ ഒരു ഡ്രോണോ മിസൈലോ അയച്ചാൽ പകരം ഇറാനിലെ ഒരു പ്രധാന പാലമോ പവർ പ്ലാന്റോ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഇതിൽ പെടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. മറുപടിയായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി തിരിച്ചടിച്ചു: ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കൈവച്ചാൽ ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക കേന്ദ്രങ്ങളെയും തകർത്തു കളയും. ചുരുക്കത്തിൽ വാദപ്രതിവാദങ്ങൾ മാറി ഇതൊരു നേരിട്ടുള്ള സാമ്പത്തിക സൈനിക മഹായുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. കപ്പലുകൾക്ക് കേടുപാട് വരുത്തിയാൽ ഇറാന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കുമെന്ന ട്രംപിന്റെ ഈ നീക്കം ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ? അതോ പ്രകോപിതരായ ഇറാൻ കൂടുതൽ കടുപ്പമുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കുമോ? ഇതിനോടകം തന്നെ ക്രൂഡ് ഓയിൽ വില $100 കടന്ന് കുതിക്കുകയാണ്. ആഗോള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഒരു ഹൂതി മിസൈൽ, അതിന് മറുപടിയായി ട്രംപിന്റെ ഒരു വലിയ മുന്നറിയിപ്പ്. ഇനി യുദ്ധം വെറും മിസൈലുകളും ഡ്രോണുകളും തമ്മിലുള്ള പോരാട്ടമല്ല. സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധവും അന്താരാഷ്ട്ര നിയമവും എല്ലാം ചേർന്ന പുതിയ ഘട്ടത്തിലേക്കാണ് ഈ സംഘർഷം കടക്കുന്നത്. ഹൂതികളുടെ ഓരോ ആക്രമണത്തിനും ഇറാനെ നേരിട്ട് ഉത്തരവാദിയാക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ കൂടുതൽ അപകടകരമാക്കുമോ അതോ എതിരാളികളെ പിന്തിരിപ്പിക്കുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.